അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളപ്പണിയൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഫിദമോള് ഇന്ന് NCC എക്സാമാണ്. ഫിദമോള് റിദൂസും ഉണ്ട്. ഷാഫ്ക്കാക്ക് ഉണ്ടാക്കിയവർക്ക് 8:30 ആകുമ്പോഴത്തേനും സ്കൂളിലെത്തണം കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഒരു പോയിട്ടുണ്ട്. പിന്നെ ഞാനും ഷബാസും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ വേഗം തീർക്കുകയാണ്. പിന്നെ വീടൊക്കെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഷബാസ് ഉമ്മച്ചി ഞാനും സഹായിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ നിർബന്ധിച്ച് തോന്നില്ല, അവൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇനി കുറേയൊക്കെ അവന് TV കണ്ടിരുന്നു കേട്ടോ. ഫോൺ എടുക്കണ്ട, ഫോൺ കുറച്ച് ദിവസത്തിന് കാണണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഷാഫ്ക്ക. അതുകൊണ്ട് ഫോൺ എടുത്തിട്ടില്ല, TV കണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം സിറ്റ് ഔട്ടും ഒക്കെ വേഗം അടിച്ചു വരിടുന്ന് തുടക്കുന്നില്ല കേട്ടോ. ഞായർ ഞാൻ അധികം തുടക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഞായറാഴ്ച തുടക്കുകയുള്ളൂ. അപ്പോൾ ഞായർ തുടച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് തുടക്കാത്തത്. അപ്പം വേഗം അങ്ങ് അടിച്ചു വാരി എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ. അങ്ങനെ സിറ്റ് ഔട്ടൊക്കെ ഒതുക്കി പെറുക്കി ചെടിയൊക്കെ നനച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അകമൊക്കെ ക്ലീനാക്കാൻ വേണ്ടി കയറിയിരുന്നത് കേട്ടോ. പിന്നെ അകമൊക്കെ ക്ലീനാക്കി ഷബാസ് അതിനിടയ്ക്ക് എന്തെല്ലോ കളിക്കുന്നുണ്ട്. പിന്നെ ഷബാസിന് ഞാനൊരു പണി കൊടുത്തു, അവൻ്റെ റൂം ക്ലീനാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനങ്ങനെ അതിന് പോയി. അപ്പോൾ പറഞ്ഞാലൊക്കെ അനുസരിക്കും കേട്ടോ. എന്ത് വികൃതി കാണിക്കുകയാണെങ്കിലും പറഞ്ഞാലൊക്കെ അനുസരിക്കും. പിന്നെ നന്നായിട്ട് വൃത്തിയാക്കുകയും ചെയ്യും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓന് കർട്ടനൊക്കെ പൊന്തിച്ച് ജനലൊക്കെ തുറന്നിട്ടിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വേഗം സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടി പോയിട്ടോ. ഷബാസുമോൻ്റെ റൂം ഇതാ ഓന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ പണികളൊക്കെ എടുപ്പിക്കുന്നത് നല്ലതാട്ടോ. ഒരൊറ്റയ്ക്കൊക്കെ നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കിടക്ക ഒന്ന് ക്ലീൻ ആക്കിക്കുക, അതുപോലെ ഒരു തിന്ന പാത്രം ഒന്ന് കഴുകിക്കുക, അതൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇനി പരിപാടികൾ കറിയും ചോറും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്നങ്ങ് മാറ്റി വെക്കാം. സാധനങ്ങളൊക്കെ മൊത്തം മാറ്റിയതിന് ശേഷം ജനലൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചുമരിലുള്ള മാറാലൊക്കെ അങ്ങ് തട്ടി അടിച്ചു വാരി തുടച്ചെടുക്കുക.
മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ജനലൊക്കെ തുടച്ചിട്ടുണ്ട്. ടേബിളും അതുപോലെ സെറ്റിയും എല്ലാം തുടച്ച് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ സാധനങ്ങളും അതാത് സ്ഥലത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഒരുപാട് ഭാരമായി തോന്നുകയല്ല. വീട്ടിലുള്ള ബാക്കിയുള്ള പണികളൊക്കെ കഴിയുകയും ചെയ്യും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഒരു ദിവസം അങ്ങ് എടുക്കുക ചെയ്യുക. ഫുൾ ജനൽ തുടക്കലും തട്ടലും കൊട്ടലും ഫുൾ പാത്രങ്ങൾ കഴുകലും ഒക്കെ അന്നത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പണിയെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്ത് ആകെ ക്ഷീണിച്ച് പോവും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഒരുപാട് നമ്മൾ ഒരു ദിവസം ഒരുപാട് മെനക്കെട്ട് സമയവും പോവില്ല, നമ്മൾ ക്ഷീണിക്കുകയല്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമ്മളെ വീട് ക്ലീൻ ആവുന്നത് എങ്ങനെയെന്ന് തന്നെ അറിയില്ല. ഇനി ബാക്കിയുള്ള ക്ലീനിങ് വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മളുടെ ഡൈനിങ് ഹാൾ ക്ലീനിങ് ആണ്. അടുത്തത് ഇപ്പം ഇന്ന് ലിവിങ് റൂമായിരുന്നു, നല്ല സിറ്റ് ഔട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്